ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ജിൻഡോയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ലാലേട്ടൻ ചോദിച്ചത്, മിറർ ടാസ്കിൽ നിങ്ങൾ കണ്ണാടികൾ നോക്കി നല്ല രീതിയിൽ തന്നെ സംസാരിച്ചല്ലോ, ഹൃദയം തുറന്നാണല്ലോ നിങ്ങൾ സംസാരിച്ചത്. ജിൻഡോയ്ക്ക് എന്ത് തോന്നുന്നു, എന്താണ് ജിൻഡോയ്ക്ക് വന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ച് ലാലേട്ടൻ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കണ്ണാടി നോക്കി സംസാരിക്കുന്നത്. ഇവിടെ 100 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പോകുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ വയ്യ എന്ന രീതിയിലാണ് അവിടെ ജിൻഡോ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇനി ഒരു 100 ദിവസം കൂടെ ഇവിടെ നിൽക്കണമെന്നാണോ താല്പര്യം എന്ന് ചോദിക്കുമ്പോൾ, അതല്ല ലാലേട്ട, ഈ ഗ്രാൻഡ് ഫിനാലെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം മൈക്കൊന്നും ഇല്ലാതെ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ജിൻഡോയോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ ചോദിക്കുന്നു, എന്താണ് ജിൻഡോയ്ക്ക് ഇതുവരെയുള്ള ബിഗ് ബോസ് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്നതിനെ കുറിച്ച് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്: ലാലേട്ടൻ, 2 ആഴ്ച വരെ എനിക്ക് ഈ ഒരു ടാസ്കിനെ കുറിച്ചോ ഈ ബിഗ് ബോസിന്റെ ഗെയിമിനെ കുറിച്ചോ എനിക്ക് മനസ്സിലായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെനിക്ക് എങ്ങനെ കളിക്കണം, അതായത് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് വരണം എന്ന് തോന്നിയത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ പറയുന്ന വേറൊരു കാര്യം ഇതാണ്: ലാലേട്ടൻ എന്നെയും ഗബ്രിയെയും കൂടെ ചീത്ത വിളിച്ചു എന്ന കാര്യത്തിന് വെളിയിലാക്കിയപ്പോൾ ഞാൻ ലാലേട്ടനോട് മുമ്പിൽ പറഞ്ഞു, ലാലേട്ടൻ, ഈ ഒരു സാഹചര്യത്തിൽ എന്നെ വെളിവിടരുതേ, ഞാൻ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇവിടുത്തെ മത്സരാർത്ഥികളൊക്കെ ഞങ്ങളെ ഉള്ളിൽ കയറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ഇന്നേ വരെ അങ്ങനെ ഒരു ചീത്ത വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ട് പോലുമില്ല എന്ന് ജിൻഡോ ലാലേട്ടനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട്, ഇനിയും ഈ വാക്കുകൾ വെളിയിൽ ഇറങ്ങിയിട്ട് വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ചീത്ത വാക്കുകൾ. അപ്പൊ ജിൻഡോ പറയുന്ന കാര്യം ഇതാണ്: ഇല്ല ലാലേട്ട, ഇനി ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കത്തേ ഇല്ല എന്നുകൂടി ജിൻഡോ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ വളരെ ആത്മാർത്ഥതയോടെ ഇന്നലെ ജിൻഡോ ലാലേട്ടന്റെ മുമ്പിൽ ആ ഒരു മറുപടി പറഞ്ഞു. ആക്ടിവിറ്റി ഏരിയ വെച്ച് നടന്ന ടാസ്കിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ജിൻഡോ ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് പറയുന്നുണ്ട്. വന്ന കഷ്ടപ്പാടുകള്, പുള്ളി അനുഭവിച്ച കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായി ഹൃദയത്തിൽ തൊട്ട് തന്നെ പുള്ളി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട്, ഈ കപ്പ് നീ സ്വന്തമാക്കണം എന്ന രീതിയിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ആ ഒരു ടാസ്കിൽ പുള്ളി സമീപിച്ചത്. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുക. ജിൻഡോയുടെ ആ ഒരു മിററെ നോക്കി പുള്ളിയുടെ പ്രതിബിംബത്തോട് തന്നെ ആ പറയുന്ന ആ ഒരു കോൺഫിഡന്റ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നിങ്ങളും ആ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.